നമസ്കാരം, ടൈമിഡിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യക്കാർക്ക് UPI എന്ന് പറയുന്ന സംവിധാനം എത്ര പ്രിയപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. കയ്യിൽ പണമില്ലാതെ പുറത്തിറങ്ങിയാലും മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഏത് വലിയ പർച്ചേസും നടത്തി നമുക്ക് മടങ്ങി വരാം. ചായക്കട മുതൽ സൂപ്പർ മാർക്കറ്റ് വരെ ഇന്ന് സ്കാനിംഗ് ആണ് UPIയുടെ ഭാഗമായുള്ള. എന്നാൽ രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെൻറ്റ് കണക്കുകൾ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ കൈവശമുള്ള കറൻസി നോട്ടിൻ്റെ ഡിമാൻഡ് കുറയുന്നുണ്ടോ? ചിലർ പറയും അതൊക്കെ ഇനി ഇല്ലാതായി പോകുമെന്ന്. എന്നാൽ അങ്ങനെയല്ല, ഒരിക്കലും അതിൻ്റെ ഡിമാൻഡ് കുറയില്ല. ഇന്ന് ഇന്ത്യയിൽ വിനിമയത്തിലുള്ളത് 42.86 ലക്ഷം കോടി രൂപയാണ്. ഈ ഒരു വലിയ പശ്ചാത്തലത്തിലാണ് റിസർവ് ബാങ്ക് ഒരു നിർണായക തീരുമാനം എടുക്കാൻ പോകുന്നത്. അതിതാണ് നമ്മുടെ പഴയ കടലാസ് നോട്ടുകൾക്ക് പകരം പ്ലാസ്റ്റിക് കറൻസി അവതരിപ്പിക്കുക. എന്താണ് ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ? എന്തുകൊണ്ടാണ് 10 വർഷം മുമ്പ് ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടുപേക്ഷിച്ച ഈ പദ്ധതി RBI വീണ്ടും പൊടിതട്ടിയെടുക്കുന്നത്? ഈ വീഡിയോയിൽ നമുക്കത് പരിശോധിക്കാം. പുതിയ നോട്ടുകൾ അച്ചടിക്കുന്നത് റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യം. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിക്കാനുള്ള ചിലവ് 6372.8 കോടി രൂപയായിട്ടാണ് വർദ്ധിച്ചത്. മാത്രമല്ല, വെറും ഒരു വർഷം കൊണ്ട് ഉപയോഗശൂന്യമായി നശിപ്പിക്കപ്പെടുന്ന നോട്ടുകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 23.8 ബില്യൺ നോട്ടുകൾ. ഇതിൽ ഭൂരിഭാഗവും 500-ൻ്റെയും 100-ൻ്റെയും നോട്ടുകളാണ്. ഒരു ശരാശരി ഇന്ത്യൻ കറൻസിയുടെ ആയുസ് വെറും 6 മാസം മാത്രമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരമായാണ് RBI പോളിമർ നോട്ടുകളെ കാണുന്നത്. പ്ലാസ്റ്റിക് നോട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ ATM കാർഡ് പോലുള്ള കട്ടിയുള്ള ഒന്നാണെന്നൊന്നും വിചാരിച്ചേക്കരുത്. ബയോക്സിയലി ഓറിയന്റഡ് പോളിപ്രൊഫൈലിൻ എന്ന സവിശേഷമായ പോളിമർ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കാൻ പോകുന്നത്. നിലവിലെ നോട്ടുകൾ പോലെ തന്നെ കനം കുറഞ്ഞതും എളുപ്പത്തിൽ മടക്കാൻ കഴിയുന്നതുമാണ് ഇവ. ഇവയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ അത് നിരവധിയാണ്. ഒന്നാമതായി, സാധാരണ കടലാസ് നോട്ടിനേക്കാൾ 3 മുതൽ 4 മടങ്ങ് വരെ കൂടുതൽ കാലം ഇവ കേടുകൂടാതെ ഈടുനിൽക്കും. രണ്ടാമതായി, ഇവ പൂർണ്ണമായും ജലത്തെയും അഴുക്കിനെയും പ്രതിരോധിക്കുന്നവയാണ്. ഇനി അബദ്ധത്തിൽ നിങ്ങളുടെ നോട്ട് ഉടുപ്പിനകത്തായി, പോക്കറ്റിലായി, വാഷിംഗ് മെഷീനിൽ പോയാൽ പോലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. അങ്ങനെ നമുക്ക് പലർക്കും അലക്കിലൂടെ ചെറിയ ചെറിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാണല്ലോ. അവരെപ്പോൾ അത് ഓർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം നോട്ടുകൾ പ്രചാരത്തിലായി കഴിഞ്ഞാൽ ആ ഭയം ഇനി നമുക്ക് വേണ്ട. നനഞ്ഞാലും കുഴപ്പമില്ല, കൃത്യമായി നമുക്കത് തിരിച്ചെടുക്കാം. മൂന്നാമതായി, ഇത് ആരോഗ്യത്തിന് കൂടുതൽ സുരക്ഷിതമാണ്. എങ്ങനെയാണെന്നോ? പേപ്പർ നോട്ടുകളിൽ ബാക്ടീരിയയും ഫംഗസും വിയർപ്പും ഒക്കെ പറ്റിപ്പിടിച്ച് വല്ലാത്ത ചീത്തയായി പോകും. അത് നമ്മുടെ തന്നെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറാറുണ്ട്. രോഗത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പകർത്താൻ അത് ഉപയോഗിക്കും. ഈ പ്ലാസ്റ്റിക് നോട്ടിൽ ബാക്ടീരിയകളും വിയർപ്പും പറ്റിപ്പിടിച്ചിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത്യാധുനിക ത്രിമാന സുരക്ഷാ മുദ്രകളും മെറ്റാമറിക് മെഷികളും ഉപയോഗിക്കുന്നതിനാൽ കള്ളനോട്ടുകൾ ഇറക്കാൻ ഏതാണ്ട് അസാധ്യമാണ് എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്ലാസ്റ്റിക് നോട്ട്. എന്നാൽ ഇതിന് ചില ചെറിയ പോരായ്മകൾ കൂടിയുണ്ട് കേട്ടോ. പുതിയ പ്ലാസ്റ്റിക് നോട്ടുകൾ എണ്ണുമ്പോൾ അവ പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ചെറിയൊരു കീറൽ വീണാൽ ഒരുപക്ഷെ അത് പൂർണ്ണമായും കീറിപ്പോകാനും ഇടയുണ്ട്. ഉയർന്ന ചൂടിൽ ഉരുകാനോ ചുരുങ്ങാനോ ഉള്ള സാധ്യതയും കാണപ്പെടുന്നു. ഇന്ത്യക്ക് ഈ പ്ലാസ്റ്റിക് കറൻസി എന്നത് പുതിയൊരു കാര്യമല്ല. 2012-ൽ 5 നഗരങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ 10 രൂപയുടെ പോളിമർ നോട്ടുകൾ ഇറക്കാൻ പദ്ധതിയിട്ടിരുന്നു. നമ്മുടെ കൊച്ചിയും അതിൽ ഉൾപ്പെട്ടിരുന്നതാണ്. എന്നാൽ അക്കാലത്തെ ATMകളുടെ സാങ്കേതിക പരിമിതികളും ഇന്ത്യയിലെ ചൂടുള്ള കാലാവസ്ഥയെ നോട്ടുകൾ അതിജീവിക്കുമോ എന്ന ആശങ്കയും കാരണമാണ് ആ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചത്. ഇന്ന് ഓസ്ട്രേലിയ, കാനഡ, സിംഗപ്പൂർ, UAE ഉൾപ്പെടെ 60ഓളം രാജ്യങ്ങൾ വിജയകരമായി പോളിമർ നോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നൈജീരിയയിലെ കടുത്ത ചൂടിൽ പ്ലാസ്റ്റിക് നോട്ടുകളിലെ മഷി മങ്ങിപ്പോയത് ഒരു പരാജയ പാഠമായി നമ്മുടെ മുന്നിലുണ്ട്. അതിനാൽ റിസർവ് ബാങ്ക് വളരെ കരുതലോടെയാണ് ഇന്ത്യയിൽ ഈ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഠനങ്ങൾ നടക്കുന്നു. ഈ പുതിയ നോട്ടുകൾ വരുമ്പോൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് ATMകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. കനം കുറഞ്ഞ നോട്ടുകളായതിനാൽ ഒരുമിച്ച് 2 നോട്ടുകൾ പുറത്തേക്ക് വരാതിരിക്കാനും കണക്ക് തെറ്റാതിരിക്കാനും പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച നോട്ടുകൾ കൂട്ടി ഉരുമുമ്പോൾ ഉണ്ടാകാനിടയുള്ള സ്റ്റാറ്റിക് വൈദ്യുതി ഒഴിവാക്കാനും ഇപ്പോഴുള്ള ATMകളുടെ സെൻസറുകൾ നവീകരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതിൻ്റെ പാരിസ്ഥിതിക വശം നമുക്കൊന്ന് നോക്കാം. പ്ലാസ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രകൃതിക്ക് ദോഷമാണെന്ന് തോന്നാമെങ്കിലും ഈ നോട്ടുകളുടെ കാലാവധി തീരുമ്പോൾ ഇവ 100% റീസൈക്കിൾ ചെയ്ത് മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായി മാറ്റാം എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. നിലവിലെ കടലാസ് നോട്ടുകൾ കത്തിച്ചു കളയുന്നതിനേക്കാൾ പ്രകൃതിക്ക് അത് ഗുണകരമായി തീരും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നതും എന്നാൽ പെട്ടെന്ന് കേടുവരുന്നതുമായ 10 രൂപ, 20 രൂപ നോട്ടുകളിലായിരിക്കും റിസർവ് ബാങ്ക് ഈ പൈലറ്റ് പ്രോജക്റ്റ് ആദ്യം നടപ്പിലാക്കുന്നത്. ഇത് വിജയകരമായി തീർന്നാൽ വൈകാതെ തന്നെ 100, 500 രൂപ നോട്ടുകളും പ്ലാസ്റ്റിക്കിലേക്ക് മാറും. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പ്ലാസ്റ്റിക് നോട്ടുകൾ ഇന്ത്യയിൽ വിജയകരമാവുമോ? അതോ പഴയ കടലാസ് നോട്ടുകൾ തന്നെയാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതാണോ നല്ലത്? താഴെ കമൻറ്റ് ചെയ്യണം. ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.